അവരെ കൊണ്ട് എല്ലാ ജോലിയും ചെയ്യിപ്പിക്കണം. ഹ, ഓഹോ അത് ശരി. അപ്പോ പ്രസവിക്കാനും നീ വേറെ ആളെ വെക്കൂ? അതിനെന്താ, വേണമെങ്കിൽ പ്രസവിക്കാനും ഞാൻ ഒരാളെ വെക്കും. കഷ്ടം. പല്ലവി, പ്രസവം ഒരു ജോലിയായിട്ടാണോ നീ കരുതുന്നേ? അത് മഹത്തരമായ, പകരം വെക്കാനാവാത്ത ഒരു പുണ്യകർമ്മമാ പല്ലവി. ഒരു സ്ത്രീ പൂർണ്ണതയിൽ എത്തുന്നത് ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ച് 10 മാസം ചുമന്ന് പ്രസവിക്കുമ്പോഴാ. സ്ത്രീയുടെ ജീവിതത്തിൽ അവൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം അത്. പൊക്കിൽ കൂടി ബന്ധത്തിനപ്പുറം ഒരു ബന്ധമുണ്ടോ? യാതൊരു ആരോഗ്യ പ്രശ്നവും ഇല്ലാതെ മറ്റൊരാളെ പ്രസവിക്കാൻ ഏൽപ്പിക്കുന്നതിലൂടെ നീ നഷ്ടപ്പെടുത്തുന്നത് ആ പൊക്കിൽ കൂടി ബന്ധമാ. ഇവള് പ്രസവത്തെക്കുറിച്ച് ഘോരം പ്രസംഗിക്കുന്നത് കേട്ടിട്ട് എനിക്ക് മുമ്പ് ഇവള് പ്രസവിക്കുമെന്ന് തോന്നുന്നല്ലോ. ഏയ്, അതിന് സാധ്യതയില്ല. വിനയേട്ടന് ഇവളെ കാണുന്നത് തന്നെ ചതുർത്ഥിയല്ലേ, പിന്നെ എങ്ങനെ ഇവൾക്ക് കുഞ്ഞുണ്ടാവും? പല്ലവി, നീ ഞാൻ പറയുന്നത് വല്ലതും കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. നീ പറയുന്നതിലും കാര്യമുണ്ട്. പ്രസവിക്കുന്നത് വേറൊരാളെ ഞാൻ ഏൽപ്പിക്കുമെന്ന് ഞാൻ പറഞ്ഞത് വെറുതെ. എന്റെ കുഞ്ഞിനെ ഞാൻ തന്നെ പ്രസവിക്കും. എങ്കിലേ നീ നിന്റെ ആരോഗ്യം ശ്രദ്ധിച്ചേ മതിയാവൂ. ശരിയാ, അധികം വൈകാതെ ഞാൻ വിശേഷം അറിയിക്കും. അപ്പൊ ആരോഗ്യത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചോളാം. ഇവൾ വിശേഷം അറിയിക്കുന്നോ? ഇവള് പ്രസവിച്ച അത് പാർവതിക്ക് ആപത്താവുമല്ലോ. അത് പാടില്ല. പല്ലവി, പല്ലവി, നീ വന്നേ. എന്താ? ഒരു കാര്യമുണ്ട്. നീ വാ വാ. പല്ലവി, അയ്യോ പല്ലവി, പല്ലവി, എന്തു പറ്റി? ഒരു തലകറക്കം പോലെ. വാ, എഴുന്നേക്ക്, മുറി പോയി കിടക്കാം. ഞാനും കൂടെ പിടിക്കാം. ഇവള് ഗർഭിണിയായി കാണുമോ? വാ. അമ്മേ, അമ്മ ആരംഭിച്ച കമ്പനിയാ ഗായത്രി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ഇത്രയും കാലം നമ്മുടെ കമ്പനി അഭിമാനപൂർവ്വ പ്രവർത്തിച്ചു വന്നത്. ഇപ്പം നമ്മുടെ കമ്പനി അമ്മ നിഷ്കർഷിച്ചിരുന്ന പാതയിൽ നിന്നും വ്യതിചലിച്ചിരിക്കുക. അമ്മയ്ക്ക് തീരെ താല്പര്യമില്ലാത്ത, അമ്മ തീർത്തും എതിർത്തിരുന്ന മേഖലയിൽ കമ്പനി ബിസിനസ് ആരംഭിക്കാൻ പോവുക. അനേകം കുടുംബങ്ങളെ കണ്ണീരിലേക്ക് ആഴ്ത്തുന്ന മദ്യ വ്യവസായത്തിലേക്ക് കമ്പനി നീങ്ങുന്നത്. പ്രഭാവതി അമ്മയെ മുൻനിർത്തി വിനയ് നടത്തിയ ആ നീക്കം ഞാനും പാർവതിയും ചേർന്ന് പരമാവധി തടസ്സപ്പെടുത്താൻ നോക്കിയതാ. പക്ഷേ ഞങ്ങൾക്കതിന് സാധിച്ചില്ല. ഞങ്ങളും പരാജയപ്പെട്ടു പോയമ്മേ. അമ്മ ഞങ്ങളോട് ക്ഷമിക്കണം. ഈ ചോദ്യത്തിനുത്തരം അമ്മ പറയേണ്ടതില്ല സർ. അത് നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാക്കിക്കൂടെ? ഡിസ്റ്റിലറി ആരംഭിക്കുന്നതിലൂടെ ആർക്കാണോ ലാഭം ഉണ്ടാവുന്നത് അവർ തന്നെയായിരിക്കും എന്നെ തട്ടിക്കൊണ്ടുപോയതും. തന്നെ തട്ടിക്കൊണ്ടുപോയത് വിനയുടെ ആൾക്കാരാണെന്നാണ് താൻ പറയുന്നത്? സർ, അതില് എന്താ സംശയം? അവനും റിയയും തന്നെയാവും ഇതിന് പുറകിലും.
വിനയ് അത് ചെയ്യോ? ഓഹ് സാർ ഇത്രയ്ക്ക് ശുദ്ധനായി പോയല്ലോ. സാർ ഇങ്ങനെ അവരെ കണ്ണും പൂട്ടി വിശ്വസിക്കരുത്. തെളിവുകളില്ലാതെ അവരെങ്ങനെ സംശയിക്കും പാർവതി? അവൻ ഇങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്താൽ പ്രഭാവതി അമ്മ അറിയാതിരിക്കില്ല. അമ്മ ഒരിക്കലും ഇതിനൊന്നും അനുവദിക്കില്ല. ഇനി അഥവാ വിനയ് തന്നെയാണ് ഇതിന് പിന്നിലെങ്കിൽ അത് അവൻ അമ്മയെ അറിയിക്കാതെ ചെയ്തതായിരിക്കും. ഇനി ഇതിന്റെ പേരിൽ സാറിനോട് തർക്കിച്ചിട്ട് കാര്യമില്ല. സത്യം ഏത് വിധേനയും സാറിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുക വേണ്ടത്. ഏതായാലും ഞാനിത് വെറുതെ വിടുന്നില്ല. തന്നെ തട്ടിക്കൊണ്ടുപോയത് ആരാണെന്ന് നമുക്ക് അന്വേഷിച്ചറിയണം. അതവിടെ നിൽക്കട്ടെ. നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് തനിക്കറിയോ? എന്താ സർ? മുത്തശ്ശന്റെ പേരിലുള്ള ഈ കോളനിയുടെ സ്ഥാപക ദിനമാണ് നാളെ. നമ്മുടെ തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളും നാളെ മുത്തശ്ശന്റെ ചിത്രത്തിൽ പുഷ്പങ്ങൾ അർപ്പിച്ച് മുത്തശ്ശനെ ആദരിക്കുന്നുണ്ട്. നമുക്കും അവർക്കൊപ്പം ചേർന്ന് ഈ സ്ഥാപക ദിനം ഗംഭീരമാക്കണം പാർവതി. തീർച്ചയായും സർ. ദേവമ്മയുടെ അനുഗ്രഹത്തോടെ ആ ആഘോഷം വളരെ ഭംഗിയായി തന്നെ നടത്താം. അമ്മേ, അമ്മേ വരണം. നമുക്ക് അകത്തേക്ക് ഇരിക്കാം. നിനക്ക് സുഖം തന്നെയല്ലേ മോനെ? അമ്മേ, ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്ത് വിട്ടുവരാം. പ്രഭാതിയമ്മേ, ആളെ വിട്ട് എന്നെ തട്ടിക്കൊണ്ടുപോയത് നിങ്ങളാണെന്ന് എനിക്ക് മനസ്സിലായി. ഡിസ്റ്റിലറിയുടെ എഗ്രിമെന്റ് ഞങ്ങളെ തടസ്സപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ അങ്ങനെ ചെയ്തത്? എഗ്രിമെന്റ് ഒപ്പിട്ടു എന്ന് കരുതി നിങ്ങൾ സമാധാനിക്കണ്ട. നിങ്ങളെ വിജയിക്കാൻ ഞാൻ വിടില്ല. നിങ്ങളെ പരാജയപ്പെടുത്തും വരെ നിങ്ങളുടെ പിന്നാലെ തന്നെ ഞാനുണ്ടാവും. ആ ഭയം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവണം. അമ്മയാണ്, ഉദയനൊരു അമ്മയാണ് വന്നിരിക്കുന്നത്. അമ്മയ്ക്ക് ചിലത് പറയാനുണ്ട്. മോനെ, നിനക്കൊരു വലിയ സമ്മാനം കിട്ടാൻ പോകുന്നു. അത് എത്രയും പെട്ടെന്ന് തന്നെ കിട്ടും. അത് കിട്ടുന്നതോടെ നിന്റെ പ്രയാസങ്ങളൊക്കെ മാറും. നീ വീണ്ടും മഹാരാജാവിനെ പോലെ ജീവിക്കും. നിന്റെ മനസ്സിൽ ഇപ്പോൾ ഒരുപാട് ചോദ്യങ്ങളില്ലേ? ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമല്ല ഈ വരുന്ന ദുർഗാഷ്ടമിക്ക് നിനക്ക് ലഭിക്കും. അവിടെ ആ കോളനിയിൽ എന്താണ് സംഭവിച്ചത്? പാർവതി കോളനിയിൽ എത്തിയപ്പോ അവിടെ ഉള്ളവർക്കും വെളിച്ചപ്പാട് തുള്ളൽ തുടങ്ങിയോ? അതിന് പാർവതി സാധാരണ പെണ്ണല്ലോ, ദേവിയുടെ അനുഗ്രഹമുള്ളവളല്ലേ. അപ്പോ ഇതുപോലുള്ള പല അത്ഭുതങ്ങളും സംഭവിച്ചെന്നിരിക്കും. അവൾക്ക് ദൈവിക ശക്തി ഉണ്ടെന്ന് തന്നെയാണോ ആൻറ്റി ഇപ്പോഴും വിശ്വസിക്കുന്നത്?
എങ്ങനെ വിശ്വസിക്കാതിരിക്കും റിയ? അവളെ തട്ടിക്കൊണ്ടു പോയതിന് പിന്നിൽ നമ്മളാണെന്ന് അവൾ അറിയില്ലെന്നാണല്ലോ നീ എന്നോട് പറഞ്ഞത്. അതെ, അതവൾ എങ്ങനെ അറിയാനാ? അവളെ ക്ലോറോഫോം മണപ്പിച്ചാണ് ഗുണ്ടകള് അവളെ അവിടുന്ന് കൊണ്ടുപോയത്. എന്നിട്ട് അവൾക്ക് ബോധം വീണപ്പോ സ്വർണം മോഷ്ടിക്കാനാണ് അവളെ തട്ടിക്കൊണ്ടുപോയതെന്ന് ഒരു നാടകവും ഗുണ്ടകൾ അവൾക്ക് മുന്നിൽ കളിച്ചു. വിശാലും ആളുകളും ചെന്ന് അവിടുന്ന് അവളെ രക്ഷിച്ചുവെങ്കിലും അവർക്കും കഥയൊന്നും മനസ്സിലായിട്ടില്ല. വിശാലിനത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ വിശാൽ എന്താ ആ കാര്യം നമ്മളോട് ചോദിക്കാത്തെ? നീ പറഞ്ഞതൊക്കെ ശരിയാ. ഈ കഥയൊന്നും വിശാലിന് മനസ്സിലായിട്ടുമില്ല. എന്നാലേ ആ പാർവതിക്ക് ഇതെല്ലാം മനസ്സിലായിട്ടുണ്ട്. പാർവതി തട്ടിക്കൊണ്ടുപോയത് നമ്മളാണെന്ന് പാർവതി അറിഞ്ഞോ? എടാ, അറിഞ്ഞു. അത് ആന്റിക്ക് എങ്ങനെ മനസ്സിലായി? അവൾ എന്നോട് പറഞ്ഞു റിയ. എന്തു പറഞ്ഞു? എടാ, അവൾ എന്നെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ഗുണ്ടകളെ ഏർപ്പെടുത്തി അവളെ തട്ടിക്കൊണ്ടുപോയത് എഗ്രിമെന്റ് ഒപ്പിടിക്കാൻ വേണ്ടിയാണെന്ന് അവൾക്ക് മനസ്സിലായെന്നും അതിനവള് പകരം വീട്ടുമെന്നും എന്നോട് പറഞ്ഞു. അവളിതെങ്ങനെ അറിഞ്ഞേ? എങ്ങനെ അറിഞ്ഞുന്നോ? അവൾക്ക് ദിവ്യദൃഷ്ടി ഉണ്ടെന്ന് പറയുന്ന കാര്യം സത്യം തന്നെയാ. അതുകൊണ്ടല്ലേ നമ്മൾ നടത്തുന്ന ഓരോ രഹസ്യ നീക്കങ്ങളും അവൾ അറിയുന്നത്. ഇപ്പൊ നിങ്ങൾക്കത് ബോധ്യപ്പെട്ട് കാണുമല്ലോ. അപ്പോ ഇനി അവളെ കൂടുതൽ സൂക്ഷിക്കണം അർത്ഥം. തീർച്ചയായിട്ടും വളരെയേറെ ജാഗ്രത അവളുടെ കാര്യത്തിൽ നമുക്കുണ്ടാവണം. അല്ലമ്മേ, ആ തുള്ളി പറഞ്ഞ പെൺകുട്ടി വിശാലിന് എന്തോ വലിയ സമ്മാനം കിട്ടാൻ പോകുന്ന കാര്യം പറഞ്ഞല്ലോ. അതെന്തായിരിക്കും സമ്മാനം? അത് മാത്രമല്ല, ദുർഗാഷ്ടമി ദിവസം വിശാലിന്റെ എന്ത് ചോദ്യങ്ങൾക്കാണ് ഉത്തരം ലഭിക്കാൻ പോകുന്നത്? വിനയ്, നീ ഇത് എന്നോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. എടാ, നിന്നെ പോലെ തന്നെ എനിക്കും ഒന്നും മനസ്സിലായിട്ടില്ല. അമ്മേ, എന്തായാലും ആ പെൺകുട്ടി വെറുതെ നടത്തിയ വെളിപാടൊന്നും ആയിരിക്കില്ല. ഉറപ്പാണോ? ഒരുപക്ഷെ പാർവതി അതാ പെൺകുട്ടിയെ കൊണ്ട് നടത്തിച്ച നാടകമാണെങ്കിലോ? എനിക്കങ്ങനെയൊന്നും തോന്നുന്നില്ല. നമുക്ക് അന്വേഷിക്കണം. ആ പെൺകുട്ടി പറഞ്ഞതിന്റെ പൊരുൾ എന്താണെന്ന് നമുക്കറിയണം. നമ്മൾ എന്നും കാണാറുള്ള സാധാരണ പെൺകുട്ടിയല്ലേ അവള്? അവൾക്ക് എങ്ങനെയാ പെട്ടെന്നൊരു അനുഗ്രഹം ഉണ്ടായത്? അതങ്ങനെയാ സർ. അമ്മ ആരിൽ അനുഗ്രഹം ചൊരിയുമെന്നോ ആരുടെ നാവിലൂടെ അരുളി ചെയ്യുമെന്നോ നമുക്ക് ഒരിക്കലും സങ്കല്പിക്കാനാവില്ല. അവള് എന്നെപ്പോലെ തന്നെ ഉദയന്നൂരമ്മയുടെ ഒരു കടുത്ത ഭക്തയാണ്. അതുകൊണ്ടാവും അമ്മ സാറിന് നൽകാനുള്ള അരുളപ്പാടിനു വേണ്ടി അവളെ തിരഞ്ഞെടുത്തത്. എനിക്കിതെല്ലാം വളരെ ആശ്ചര്യമായി തോന്നുന്നു. അമ്മ നമ്മുടെ വിഷമങ്ങൾ കണ്ടറിഞ്ഞ് അത് നിറവേറ്റി തരാൻ വേണ്ടി പോവാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് സർ. എന്തായിരിക്കും എനിക്ക് വേണ്ടി കാത്തുവച്ചിരിക്കുന്ന ആ വലിയ സമ്മാനം? അതെന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ കാത്തിരുന്നേ മതിയാവും സർ. ആ സമ്മാനം എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയില്ല ഞാനിപ്പോ. എത്രയും പെട്ടെന്ന് സമ്മാനം കിട്ടുമെന്നല്ലേ പറഞ്ഞത്? അതിനർത്ഥം ഏതാനും ദിവസങ്ങൾ കാത്തിരുന്നാ മതിയാവും. കുറച്ചു ദിവസം കൂടി സാറിന് ക്ഷമിക്ക്. എന്തായാലും മഹാരാജാവിനെ പോലെ ജീവിക്കുമെന്നാ പറഞ്ഞത്. അപ്പോ നമ്മള് വീണ്ടും നമ്മുടെ ആ പഴയ സ്ഥിതിയിലെത്തുന്ന ഉറപ്പാ. ആ പ്രതീക്ഷ എനിക്കും ഉണ്ടായിരുന്നു സർ. അതിനുവേണ്ടി ഞാൻ നിത്യവും പ്രാർത്ഥിക്കുന്നുമുണ്ട്. തന്റെ പ്രാർത്ഥനയുടെ ഫലമായി തന്നെയാവും എനിക്ക് ഈ സമ്മാനം കിട്ടുന്നത്, നമുക്ക് രാജകീയമായ ഭാവി ഉണ്ടാവുന്നത്. ആ സുന്ദര മുഹൂർത്തത്തിനു വേണ്ടി നമുക്ക് നാളുകൾ എണ്ണി കഴിയും. ഏതായാലും ദുർഗാഷ്ടമി താണ്ടില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. വരുന്ന ദുർഗാഷ്ടമി ദിവസം സാറിന്റെ മനസ്സിലുള്ള ഈ ചോദ്യങ്ങൾക്കും ചിന്തകൾക്കും എല്ലാം ഉത്തരം ലഭിക്കും സർ.
വിപിൻ സാറേ, നമുക്കൊരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കണ്ടാലോ? ഗൈനക്കോളജിസ്റ്റിനെയോ? എന്തിന്? എനിക്ക് ഇത്രയും പെട്ടെന്നൊരു കുഞ്ഞിനെ പ്രസവിക്കണം. അതിന് വേണ്ട മാർഗങ്ങള് നമുക്ക് ഗൈനക്കോളജിസ്റ്റിനോട് ചോദിച്ചറിയണം. ഇപ്പൊ അതൊന്നും വേണ്ട. വിപിൻ സാറ്, കുഞ്ഞിന്റെ കാര്യം പറയുമ്പോ വിപിൻ സാർ എന്തിനാ എപ്പോഴും മുഖം തിരിച്ചു നിൽക്കുന്നേ? നമുക്ക് കുഞ്ഞുണ്ടാവുന്നതിന് വിപിൻ സാർ എന്തിനാ എതിർക്കുന്നേ? അല്ല, വിപിൻ സാറിന്റെ പ്രശ്നം എന്താ? എനിക്കത് അറിയണം, ഇപ്പൊ തന്നെ അറിയണം. നമുക്ക് കുഞ്ഞുണ്ടായ എന്ത് പ്രശ്നമാണ് ഉണ്ടാകുന്നതെന്ന് എനിക്ക് അറിയണം. പല്ലവിക്ക് ജനിക്കുന്ന കുഞ്ഞ് പാർവതിക്ക് വലിയ ആപത്തുണ്ടാക്കുമെന്ന് ഞാൻ എങ്ങനെയാ പല്ലവിയെ പറഞ്ഞ് മനസ്സിലാക്കുന്ന? പറയൂ സാറേ, എനിക്ക് കുഞ്ഞുണ്ടായ ഇവിടെ എന്ത് അനിഷ്ടം സംഭവിക്കുമെന്ന് കരുതിയിട്ടാ വിപിൻ സാർ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നേ? അനിഷ്ടോ? എന്തനിഷ്ടം? അങ്ങനെ ഒരു പ്രശ്നവുമില്ല. പിന്നെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടാൽ എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. നമുക്കൊരു ഡോക്ടറെ ഇവിടെ വിളിച്ചു വരുത്തി കൺസൾട്ട് ചെയ്യാം. ഒടുവിൽ സമ്മതിച്ചല്ലോ, ആശ്വാസായി. അതെ, ഡോക്ടറെ വിളിച്ചു വരുത്തണമെങ്കിൽ നാളെ തന്നെ വിളിച്ചു വരുത്തണം. ആയിക്കോട്ടെ, നാളെ തന്നെ വിളിക്കാം. ദേ, ശരിക്കും ശ്രദ്ധിക്കണം. പാറുവിന് ഇഷ്ടമുള്ളത് മാത്രമല്ല, എന്റെ അമ്മയ്ക്ക് എന്താ ഇഷ്ടമുള്ളതെന്നും എനിക്കറിയാം. ആ ഇഷ്ടങ്ങൾ അത് കണ്ടറിഞ്ഞ് ഞാൻ നിറവേറ്റും. എന്നാലും പാറുവിന് എന്താ ഇഷ്ടമുള്ളതെന്ന് പറയാൻ മടിക്കരുത്. പറയൂ പാർവതി, ഇപ്പൊ എന്തെങ്കിലും ആഗ്രഹം തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ചോദിച്ചോളൂന്നേ. ആഗ്രഹങ്ങൾ കാശില്ലാതിരിക്കുന്ന ഈ നേരത്ത് എൻ്റെ മനസ്സിൽ തോന്നുന്ന ആഗ്രഹങ്ങൾ പറഞ്ഞ് സാറിനെ പ്രയാസപ്പെടുത്താൻ പാടില്ല. പറയടോ, തനിക്കിപ്പോ എന്താ വേണ്ടത്? തനിക്കിപ്പോ എന്തിനോടാ കൊതി തോന്നുന്നത്? ഞാനതേ ഇപ്പം വാങ്ങിക്കൊണ്ടുവരാം. ഒന്നുമില്ല, എനിക്കിപ്പോ ഒന്നും വേണ്ട. ഒന്നും വേണ്ടേ? ദേ, വെറുതെ പറയരുത്. ഒന്നും വേണ്ട സർ. പിന്നെ എനിക്ക് ഒരാഗ്രഹമുണ്ട്. പറയൂ, എന്താ തന്റെ ആഗ്രഹം? സാറ് എത്രയും പെട്ടെന്ന് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ജോലി മതിയാക്കണം. എന്നിട്ട് നമുക്ക് നമ്മുടേതായ ഒരു പുതിയ സ്ഥാപനം തുടങ്ങാൻ ശ്രമിക്കണം. തൊഴിലാളിയിൽ നിന്നും സാറ് പഴയതുപോലെ ബോസായിട്ട് മാറണം. അതേടോ, അത് തന്നെയാ എന്റെയും ലക്ഷ്യം. ഞാനത് സാധിച്ചിരിക്കും. നമുക്കത് സാധിച്ചെടുക്കാം. ആ, അരവിന്ദ. ഹായ് വിശാൽ. അരവിന്ദിന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കേ? അതൊന്നും വേണ്ട. ഞാൻ വന്നത് ഒരു കാര്യം അറിയിക്കാനാണ്. പാർവതിയെ തട്ടിക്കൊണ്ടുപോയതിനെ കുറിച്ചുള്ള ചില ലീഡ്സ് കിട്ടിയിട്ടുണ്ട്. തട്ടിക്കൊണ്ടുപോയവർക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നത് വിശാലിന്റെ ഫോൺ ഉപയോഗിച്ചായിരുന്നു. എന്റെ ഫോൺ വഴിയോ? അതെ. വിശാൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ ഫോൺ വിശാലിന്റെ വീട്ടിൽ ഉപേക്ഷിച്ചിട്ടല്ലേ പോകുന്നത്? അതെ, ആ ഫോൺ സാർ എടുത്തിരുന്നില്ല. അപ്പോൾ ഈ ഓപ്പറേഷന് പിന്നിൽ ആ വീടുമായി ബന്ധപ്പെട്ട് ആരോ ഒരാൾ ഉണ്ടായിരിക്കണം. അത് കണ്ടുപിടിക്കാം. ആ വീട്ടിലുള്ളവരെ മുഴുവൻ ചോദ്യം ചെയ്താൽ സത്യം പുറത്തു വരുമല്ലോ. അല്ല, വീട്ടിലുള്ളവരെ മുഴുവൻ ചോദ്യം ചെയ്യാന്ന് വെച്ചാൽ അമ്മയൊക്കെ അതിൽ ഉൾപ്പെടില്ലേ? പ്രഭാവതി അമ്മയും ചോദ്യം ചെയ്യേണ്ടി വരും. ഏയ്, അത് വേണ്ട. അമ്മയെ ഇതിന്റെ പേരിൽ ചോദ്യം ചെയ്യാനൊന്നും പാടില്ല. അത് ശരിയല്ല.
അമ്മയെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇതിന്റെ പേരിൽ ഒരു അന്വേഷണം അരവിന്ദൻ നടത്തരുത്. എന്ന് പറഞ്ഞാൽ എങ്ങനെ വിശാൽ? കേസ് തെളിയിക്കണ്ടേ? എന്തിനായാലും പാർവതിയെ തട്ടിക്കൊണ്ടുപോയതിന് പിന്നിൽ ആ വീട്ടിലുള്ള ഒരാൾക്ക് ശക്തമായ കൈയുണ്ട്. അത് പ്രഭാവതി അമ്മയാണെന്ന് ഞാൻ പറയുന്നില്ല. എന്റെ ഊഹ അനുസരിച്ച് റിയ ആയിരിക്കാനാണ് സാധ്യത. എനിക്കും അങ്ങനെ തന്നെയാ സാർ തോന്നുന്നത്. അപ്പോ നമുക്ക് ആദ്യം റിയയെ ചോദ്യം ചെയ്യാം. ഏയ് വേണ്ട, ഒന്നും വേണ്ട. ആരെയും ചോദ്യം ചെയ്യണ്ട. ഈ വിഷയം ഞാൻ വേണ്ടതുപോലെ കൈകാര്യം ചെയ്തോളാം. അത് വിശാൽ, പാർവതിയെ തട്ടിക്കൊണ്ടുപോയവരുടെ പേരിൽ നടപടിയെടുക്കണമെന്നുള്ള കേസ് ഞാൻ പിൻവലിക്കുക അരവിന്ദ.